ഹായ് ഹലോ ഒരു പുതിയ മാക്രോ ലെവൽ പടമാണ് ഇതെടുത്തിട്ടുള്ള ഡിവൈസ് ആസ് യൂഷ്വൽ ഇത്തവണ വിവോ X200 Pro ഉഗ്രൻ ക്യാമറയാണ്. ഇതൊരു നമ്മുടെ റോഡരികിലോ പാടത്തൊക്കെ കാണുന്ന ചെറിയ പുൽച്ചെടിയാട്ടോ അത്. ഇതിങ്ങനെ മാക്രോയിൽ എടുക്കാനുള്ള ഫോണിൻ്റെ കേപ്പബിലിറ്റി കൊണ്ടാണ് ഇത്രയും ഭംഗിയായി കിട്ടിയിട്ടുള്ളത്. ഇതിനൊന്ന് കളർ ചെയ്ത് സെറ്റാക്കാം നമുക്ക്. എക്സ്പോഷർ കുറച്ചു, കോൺട്രാസ്റ്റ് കുറച്ചു. ഒന്ന് രണ്ട് പേര് എൻ്റെ പേഴ്സണൽ DM വന്നിട്ട് പറഞ്ഞു ടിപ്സുകളൊക്കെ എന്തെങ്കിലും പറയുമെന്ന്. സോ ടിപ്സ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഓരോ വീഡിയോയിൽ ഇങ്ങനെ ടിപ്പുകൾ പറഞ്ഞു പോവാണ്. സോ നിങ്ങളത് ശ്രദ്ധിക്കുക, അത് ഫോളോ ചെയ്യുക. അല്ലാതെ ഒരു ടിപ്സിന് മാത്രമായിട്ടൊരു വീഡിയോ ഒന്നും ഇപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല. ഓരോ കണ്ടന്റിലും നിങ്ങൾക്ക് ആവശ്യമുള്ള ടിപ്പുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. സോ ഫോളോ ചെയ്ത് ടിപ്സുകൾ, നിങ്ങൾക്ക് ആവശ്യമുള്ള ടിപ്സ് നിങ്ങൾ എടുക്കുക. മെയിൻലി മൊബൈൽ ഫോട്ടോഗ്രാഫി, കളറിംഗ് ആണ് നമ്മളുടെ കോണ്ടന്റ്. സോ അത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക. ഒന്ന് ക്രോപ്പ് ചെയ്യേണ്ടതുണ്ട് ഈ പടത്തിനെ. ഒരു വാൾപേപ്പർ ഇത് ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വാൾപേപ്പർ ആക്കിയിടുവേ. അപ്പോൾ ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ എനിക്ക് തോന്നുന്നു 9:16 വെക്കാം അല്ലേ. അപ്പോൾ വാൾപേപ്പർ ആക്കിയിട്ടാൽ സെറ്റായി കിടന്നോളൂ. ഇങ്ങനെയാണ്. ഇതായിരുന്നു ഒറിജിനൽ. ഇത് ഒറിജിനലിനേക്കാൾ ബോറായാലും ഞാൻ ചെയ്തത് എന്തത്. അപ്പോൾ ഒന്നുകൂടി നമ്മൾ പണിയണം. ഒരു മാക്രോ പടമായതുകൊണ്ട് ഇത്തിരി ടഫാണ് ഇതിൻ്റെ പരിപാടികൾ. കാരണം ഒബ്ജക്റ്റ് ചെറുതല്ലേ, നമ്മുടെ ഒബ്ജക്റ്റ് അല്ല സോറി സബ്ജക്റ്റ് വളരെ ചെറുതല്ലേ. അതുകൊണ്ട് ഞാനിങ്ങനെ വേഗം ചെയ്ത് നോക്കണ്ട കേട്ടോ. ഞാനിത് എപ്പോഴും ചെയ്യണോണ്ട് എൻ്റെ കണ്ണ് തട്ടി യൂസ്ഡ് ആണ്. ഒറിജിനൽ ആക്ച്വലി ചെടി ഇതിൽ നല്ലതാണ്, പക്ഷെ സ്കൈയിൻ്റെ ബ്യൂട്ടി മറ്റേത് കുറച്ചുകൂടി രസം ഉണ്ടായിരുന്നു എന്നൊരു സംശയം എനിക്കല്ലേ. എങ്ങനെയായിരുന്നു ഒറിജിനൽ സ്കൈ? ഒരു ചെറിയ ബ്ലൂയിഷ് ആയിരുന്നു അത്. നമ്മുടെ കുറച്ചിപ്പോൾ എങ്ങനെയായിരുന്നു ഒറിജിനലിൽ ഏതാണ്ട് സ്കൈ കിടന്നിരുന്നത് ഈ ഒരു നിറത്തിൽ. എക്സാക്ട്ലി നമ്മളിൽ കുറച്ചുകൂടെ ഒരു ഗ്രീനിലേക്ക് അത് പോയി. ഇത് കൊള്ളാം. ഡൺ. ഇനി നമുക്ക് കളർ റേഞ്ച് എടുക്കാം, അതാവും നല്ലത്. കളർ റേഞ്ച് എടുത്തിട്ട് ഒരു പ്രശ്നം പറ്റി എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്. കുറച്ച് ക്രോമാറ്റിക് അബറേഷൻസ് വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. വളരെ സിമ്പിളായിട്ട് കഴിയുന്ന വിചാരിച്ചാൽ ഈ പടം. പക്ഷേ ആ ഒബ്ജക്റ്റ് ഭയങ്കര എന്ത് കഷ്ടമാണ് നോക്കി. നമ്മുടെ മെയിൻ സബ്ജക്റ്റ് ഭയങ്കര ചെറുതായതുകൊണ്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ആ നേരെ തന്നെയാണ് പ്രശ്നം. ബ്ലൂ ഈസ് ദ പ്രോബ്ലം. അതാണ് ഞാൻ കുറേ ഉണ്ടല്ലോ അതിനകത്ത്. ഞാനൊരു കാര്യം ചെയ്യാം, സ്കൈ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. സോ സ്കൈ സെലക്ട് ചെയ്ത് നമ്മൾ വാവ് ഐ ലൈക്ക് ദിസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ടോണ്. ബി ഫ്രാങ്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഐ ലവ് ദിസ് ടോൺ വെരി വെരി മച്ച്. ഈ പടം വേറെ ലെവലിലേക്കാ പോയി ഒരൊറ്റ സെക്കൻഡ് കൊണ്ട്. സെലക്ട് സബ്ജക്റ്റ്. ആ ചെടി എങ്ങനെ ഡിറ്റക്ട് ചെയ്ത് നമുക്കൊന്ന് കൗതുകമുണ്ട്. എൻ്റെ പൊന്നേ, അഡോബ് റിയലി ഐ ലവ് യു മാൻ. ഇതെങ്ങനെ നിങ്ങളിതിനെ ഇത്ര ഭംഗിയായിട്ട് ബാപ്പറേ പൊളിച്ചു എന്ന് പറഞ്ഞാൽ പൊളിച്ചു. ക്ലാരിറ്റി,
ഒരു ഭീകര പടമായി മാറിയില്ല ഇപ്പോൾ ഇത്. നോക്കൂ, ഒറിജിനൽ വാൾപേപ്പർ ഇട്ട് കഴിഞ്ഞാൽ സെറ്റാണ്. ഫോണിൻ്റെ ഹോം സ്ക്രീൻ നല്ല കുട്ടപ്പനായി കിടക്കും. പൊടിക്ക് നോയ്സ് കുറയ്ക്കാണ്ട്, അത് ഞാൻ കുറയ്ക്കാം. ആ നോയ്സ് കൂടെ പോയിപ്പോണ്ടല്ലോ, ബ്യൂട്ടിഫുൾ ഇമേജ് ആയി മാറി, ഒരു വണ്ടർഫുൾ ഇമേജ് ആയി മാറി. സോ കൂടുതൽ ഗ്രേഡിങ് കോണ്ടന്റ്സിന് ഫോളോ മീ ആൻഡ് ലേൺ. അത്രേ ഉള്ളൂ, നന്നായി പഠിക്കുക, ചെയ്ത് പഠിക്കുക, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ഇതിനകത്ത് ഒരു തിയററ്റിക്കൽ പരിപാടിയില്ല. ചെയ്യുക. കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങൾ മാസ്റ്റർ ആവും. സോ ബൈ.